प्रिय बच्चे नमस्ते। आप सभी अपने अपने घर में सुरक्षित है ना? ओके। पिछले कक्षा में हमने जगमग तारा नामक एक बाल गीत और एक दूसरा देशभक्ति गीत हमारे भारत के बारे में, एक भारत के शहीद हुए जवानों के बारे में एक देशभक्ति गीत भी सीखा। इकाई 2 के पाठ भाग 3 का नाम है भारत हिंदुस्तान हमारा। हिंदुस्तान मीन्स इंडिया, हमारा അവർ। हिंदुस्तान हमारा നമ്മുടെ ഭാരതം। प्रस्तुत पाठ भाग में एक चित्र भी दिखा है। इसमें क्या क्या देखते हैं? ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? पहाड़ों विभिन्न കലായെ അല്ലേ, പലതരത്തിലുള്ള രൂപങ്ങളുടെ ചിത്രങ്ങൾ കാണുന്നുണ്ട്। इसमें താജ്മഹൽ भी दिखता है അല്ലേ, താജ്മഹലും കാണപ്പെടുന്നുണ്ട്। ये किसने बनवाया? मुगल बादशाह शाहजहां ने अपने पत्नी मुमताज़ के लिए बनवाया है ये प्रस्तुत ताजमहल। ओके, अब देखिए पाठ भाग। भारत संसार का ऐसा ताज है जिसकी चमक विश्व भर फैली है। इसकी खूबसूरत भौगोलिक झलक, समय समय पर रंग बदलते अनोखे मौसम, शान बनी संपन्न संस्कृति, इस ताज में जड़े हीरे हैं। घने पेड़ों से सजे पर्वत, खिलखिलाकर बहती नदियाँ, काली कटा से अपने बालों को गोलकर झूमती बारिश, हरा घाघरा पहनकर नाचते ले लहाते गीत, सब भारत की अपनी विशेषताएं हैं। चहों ऋतुएं मेहमान बनकर मुस्कुराती हुई इस देश से गुजर जाती हैं। गर्मी, सर्दी और बारिश सभी यहाँ हर साल अतिथि बनकर आते हैं। ये फल, फूल, धूप, पानी जैसे कई नज़ारे लाते हैं जिससे सज धजता भारत देखने लायक है। रहन सहन, वेशभूषा, खान पान, भाषा तथा धर्म अलग अलग होने पर भी भारतवासी एकता के साथ रहते हैं। सब हिंदुस्तानी कहलाते हैं। इनकी पहचान एक है। इसलिए ही मशहूर शायर मोहम्मद इकबाल ने फरमाया, सारे जहां से अच्छा हिंदुस्तान हमारा। ओके, अब देखिए इसका मीनिंग्स। भारत संसार का ऐसा ताज है। ഭാരതം संसार का ലോകത്തിൻ്റെ തന്നെ ऐसा താജ് है। ऐसा മീൻസ് ഇപ്രകാരത്തിലുള്ള ഒരു താജ് है। താജ് മീൻസ് കിരീടം। അപ്പോൾ ഭാരതം ലോകത്തിൻ്റെ തന്നെ ഒരു കിരീടമാകുന്നു। ജിസ്കി ചമക്, ജിസ്കി അതിൻ്റെ, ലോകത്തിൻ്റെ കിരീടമാകുന്ന ഭാരതത്തിൻ്റെ ചമക് മീൻസ് ഷൈനിങ് അല്ലേ, തിളക്കം, പ്രകാശം। വിശ്വഭർ ഫൈലി ഹെ, വിശ്വ മീൻസ് വേൾഡ്, വിശ്വഭർ ഫൈലി ഹെ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു। അപ്പോൾ ഭാരതമാകുന്ന കിരീടത്തിൻ്റെ തിളക്കം എന്ന് പറഞ്ഞാൽ പ്രശസ്തി, ഭാരതത്തിൻ്റെ പ്രശസ്തിയാണ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്। ഇസ്കി ഖൂബ്സൂരത് ഭൗഗോളിക് ജലക്, ഇനി എന്തൊക്കെയാണ് പറയുന്നത്? ഇസ്കി ഖൂബ്സൂരത് മീൻസ് ബ്യൂട്ടി അല്ലേ, അതിൻ്റെ സൗന്ദര്യം, നമ്മുടെ ഭാരതത്തിൻ്റെ സൗന്ദര്യം। ഭൗഗോളിക് ജലക്, എന്താ ഭൗഗോളിക് ജലക് മീൻസ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ജലക്, തിളക്കം, അതായത് ഇവിടെ പ്രത്യേകതകൾ। സമയ പർ രംഗ് ബദൽത്തെ, സമയാനുസൃതമായിട്ട് രംഗ് ബദൽത്തെ മാറിക്കൊണ്ടിരിക്കുന്ന അനോഖേ മൗസം, അനോഖേ മൗസം വിചിത്രമായിട്ടുള്ള മൗസം, വെത്തർ, മൗസം മീൻസ് വെത്തർ, കാലാവസ്ഥ। ഷാൻ ബനി സമ്പന്ന സംസ്കൃതി, ഷാൻ ബനി, ഷാൻ മീൻസ് പ്രൗഡ് അല്ലേ,
പ്രൗഢഗംഭീരമായിട്ടുള്ള സമ്പന്ന അല്ലേ, സമ്പന്നമായിട്ടുള്ള സംസ്കൃതി. സംസ്കൃതി മീൻസ് കൾച്ചർ, സംസ്കാരം. സബ് എല്ലാം. ഈ താജ്മേം ഈ കിരീടത്തിൽ, ഭാരതത്തിൻ്റെ കിരീടത്തിൽ ജഡെ ഹീരേ ഹേ പതിച്ചിരിക്കുന്ന ഹീരേ ഹൈ. ദ ഹീരേ ഹൈ, ഹീരേ മീൻസ് വൈരക്കല്ലുകളാകുന്നു. വൺസ് മോർ, ഇസ്കി ഖൂബ്സൂരത് ഭൗഗോളിക് ഝലക്, ഇതിൻ്റെ ഖൂബ്സൂരത്ത് മനോഹരമായിട്ടുള്ള ഭൗഗോളിക് ഝലക്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ. സമയ പർ രംഗ് ബദൽത്തെ അനോഖെ മൗസം, സമയാനുസൃതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വിചിത്രമായിട്ടുള്ള വെതർ, കാലാവസ്ഥ. ഷാൻബനി സമ്പന്ന്, സമ്പന്നമായിട്ടുള്ള സംസ്കൃതി, നമ്മുടെ സംസ്കാരം. സബ് ഈസ് താജ് മേ ജഡേ ഹീരേ ഹേ, ഇതെല്ലാം നമ്മുടെ ഭാരതത്തിൻ്റെ ഈ കിരീടത്തിൽ പതിക്കപ്പെട്ട വൈരക്കല്ലുകളാകുന്നു. ഓക്കെ. ഗനെ പേടോം സെ സജേ പർവത് ഖിൽഖിലാക്കർ ബഹത്തി നദിയാം. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? ഗനെ പേടോം സെ, ദ ഗനെ പേട് തിക് ഫോറസ്റ്റ് അല്ലേ, തിക് ട്രീസ് അല്ലേ, അതായത് ഘനേപേടം ഇടതൂർന്ന മരങ്ങളാൽ. സജേ, ദ സജ്ജന ടു ഡെക്കറേറ്റ് അല്ലേ. അപ്പോൾ ഘനേപേടം സെ സജേ ഇടതൂർന്ന മരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള പർവ്വത് മീൻസ് മൗണ്ടെയിൻ അല്ലേ. അപ്പോൾ നമ്മുടെ പർവ്വതങ്ങളിൽ ഇടതൂർന്ന മരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള പർവ്വതങ്ങൾ. അതുപോലെ ഗിൽഗിലാക്കർ ബഹത്തി നദിയാം, ഗിൽഗിലാക്കർ ചിരിച്ചുകൊണ്ട് ഒഴുകുന്ന, ബഹത്തി അല്ലേ ഒഴുകുന്ന നദികൾ. കാലി ഘട്ടാസെ കറുത്ത മേഘങ്ങൾ കൊണ്ട്, ഘട്ട മീൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാദൽദാനിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഘട്ട മീൻസ് ക്ലൗഡ്. കാലി ഘട്ടാസെ ഇരുണ്ട മേഘങ്ങളാൽ, കാർമേഘങ്ങളാൽ. അപ്നെ ബാലോം കോ തൻ്റെ മുടിയെ, ഗോൽക്കർ ഘൂംതി ബാരിഷ് അല്ലേ, മുടിയെ ഗോൽന മീൻസ് ടു ഓപ്പൺ എന്നാണ്, തുറന്ന്. ജൂംന മീൻസ് സ്വിങ്, ആടുക എന്നാണ്. അപ്പോൾ തൻ്റെ മുടി അഴിച്ച് ആടുക എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? കറുത്ത മേഘങ്ങൾ, മഴ വർഷിക്കുന്നു. ഹര ഗാംഗ്ര മീൻസ് സ്കേർട്ട്, പാവാട. ഹര മീൻസ് ഗ്രീൻ, ഹരഗാംഗ്ര പച്ചപ്പാവാട. പെഹൻകർ, ദ പെഹന്ന ടു വിയർ അല്ലേ, പെഹന്ന മീൻസ് ടു വിയർ. ഹരഗാംഗ്ര പെഹൻകർ പച്ചപ്പാവാട ധരിച്ചിട്ടുള്ള. ധരിച്ചുകൊണ്ട്. ദ നാച്ന ഡാൻസിങ് അല്ലെ, നൃത്തം ചെയ്യുന്ന. ലഹാത്തെ ഗീത്ത് വയലുകൾ. സബ് ഭാരത് കി, ഇതെല്ലാം ഭാരത് കി അപ്നി വിശേഷതായും ഹേ, ഇതെല്ലാം ഭാരതത്തിൻ്റെ സ്വന്തം. അപ്നി വിശേഷതായും മീൻസ് സ്വന്തം പ്രത്യേകതകളാകുന്നു. ഭാരത് കി വിശേഷതായും ക്യാ ഹേ, എന്തൊക്കെയാണ് ഭാരതത്തിൻ്റെ വിശേഷതകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? खूबसूरत भौगोलिक झलक, समय पर रंग बदलते अनोखे मौसम, शान बनी संपन्न संस्कृति, घने पेड़ों से सजे पर्वत, गिलगिलाकर बहती नदियाँ, काली घटा से अपने बालों को घोलकर झूमती बारिश, हरा घाघरा पहनकर नाचते लहलहाते गीत, ये सब भारत की विशेषताएं हैं. ओके. नेक्स्ट, चहोम ऋतुएं मेहमान बनकर मुस्कुराती हुई इस देश से गुजर जाती है. चहोम ऋतुएं, द चहोम च कितना? च 6. ओके. ചഹോം ഋതുവേ മീൻസ് സീസൺ അല്ലേ. 6 ഋതുക്കളുണ്ട്. അവ മെഹമാൻ ബൻകർ, മെഹമാൻ മീൻസ് ഗസ്റ്റ് അല്ലേ. അപ്പോൾ മെഹമാൻ ബൻകർ അതിഥികളായിട്ട്. മുസ്കുരാത്തി ഹുയി, ദ മുസ്കുരാന മീൻസ് സ്മൈലിംഗ്. ലോഫിംഗ് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക, എന്താ പറയുക? ഹസ്ന. ഓക്കെ. അപ്പോൾ മുസ്കുരാന സ്മൈലിംഗ്, ഹസ്ന ലോഫിംഗ്. ഓക്കെ. ചഹോം ഋതുവേ മെഹമാൻ ബൻകർ, 6 ഋതുക്കൾ അല്ലെ, 6 കാലാവസ്ഥകൾ, 6 സീസൺസ്. മെഹമാൻ ബൻകർ അതിഥികളായിട്ട്. മുസ്കുരാത്തി ഹുയി പുഞ്ചിരിച്ചുകൊണ്ട്. ഈസ് ദേശസേ നമ്മുടെ രാജ്യത്തിലൂടെ. ഗുസർ ജാത്തി ഹെ കടന്നു പോകുന്നു.
ഓക്കെ, ഏതൊക്കെയാണ് ഋതുക്കൾ? വസന്ത്, ഗ്രീഷ്മ, വർഷ, ശരത്, ഹേമന്ത്, ശിശിർ. അല്ലേ? ഏതൊക്കെയാണ്? വസന്ത്, ഗ്രീഷ്മ, വർഷ, ശരത്, ഹേമന്ത്, ശിശിർ. വസന്ത് മീൻസ് സ്പ്രിംഗ് സീസൺ, ഗ്രീഷ്മ സമ്മർ സീസൺ, വർഷ മൺസൂൺ സീസൺ, ശരത് ഓട്ടം, ഓട്ടം മീൻസ് ഇല പൊഴിക്കുന്ന ആ സീസൺ. ദെൻ ഹേമന്ത് പ്രീ വിൻ്റർ, ശിശിർ വിൻ്റർ സീസൺ. ഓക്കെ, അപ്പോൾ ഈ 6 ഋതുക്കൾ നമ്മുടെ രാജ്യത്തിലൂടെ അതിഥികളെപ്പോലെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് गर्मी, सर्दी और बारिश सभी यहाँ हर साल अतिथि बनकर आते हैं. എന്താ പറയുന്നത്? ഗർമി മീൻസ് സമ്മർ അല്ലേ? സമ്മർ. സർദി മീൻസ് വിൻ്റർ. ഔർ ബാരിഷ് മീൻസ് റെയിനി സീസൺ അല്ലേ? സബി ഇതെല്ലാം ഹർ സാൽ ഓരോ വർഷവും അതിഥി ബൻകർ ആത്തെ ഹെ അതിഥിയായിട്ട് ഗസ്റ്റായിട്ട് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്നു. ഫൽ അങ്ങനെ ഇവർ വരുമ്പോൾ ഈ ഋതുക്കൾ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഋതുക്കൾ ഫൽ മീൻസ് ഫ്രൂട്ട്സ്, ഫൂൽ ഫ്ലവേഴ്സ് പൂക്കൾ, ധൂപ്പ് ലൈറ്റ് യാ വെയിൽ, പാനി വാട്ടർ വെള്ളം, ജൈസെ തുടങ്ങിയിട്ട് കൈ നസാരെ ഒരുപാട് നസാരെ മീൻസ് ദൃശ്യങ്ങളും ലാത്തേഹം കൊണ്ടുവരുന്നു. അപ്പം हमारे देश भारत में 6 ऋतुएं मेहमान की तरह गुजरते हैं. हर साल गर्मी, सर्दी और बारिश हमारे देश में आते हैं. ये ऋतुएं आते समय क्या क्या लाते हैं? फूल, फल, पानी, ധൂപ് ആദി നസാരെ ലാത്തെ ഹെ തുടങ്ങിയ ദൃശ്യങ്ങളുമായിട്ടാണ് അവരുടെ വരവ്. ഓക്കെ, ജിസ്സെ സച്ച് ദജാത്ത ഭാരത് ദേഖ്നെ ലായക് ഹെ. ജിസ്സെ ഇതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് സംഭാവന ചെയ്യുന്നത്? അവർ ഋതുക്കൾ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിലൂടെ ഋതുക്കൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ധാരാളം പൂക്കൾ, അതുപോലെ എന്തൊക്കെയാണ് പഴങ്ങൾ, അതുപോലെ വെള്ളം, വെയില്, ഇതൊക്കെ നമുക്ക് സംഭാവന നൽകുന്നുണ്ട് അല്ലേ? അതാണ് പറയുന്നത് ജിസ്സെ അതുകൊണ്ട് സജാജ് ദജ്ത അലങ്കരിക്കപ്പെട്ട ഭാരത് ദേഖ്നെ ലാഗ് ഹെ ഭാരതത്തെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. രഹൻ സഹൻ, ഇനി എന്താ പറയുന്നത്? രഹൻ സഹൻ മീൻസ് ജീവിത രീതി. ഇവിടുത്തെ നമ്മുടെ ഭാരതത്തിലെ ആളുകളുടെ ജീവിത രീതികൾ നമുക്കറിയാം. ഒരുപാട് നമ്മളെ രാജ്യത്തിലെ വ്യത്യസ്ത ജീവിത രീതി, അതുപോലെ ഭാഷ, ഇതൊക്കെ വെച്ച് പുലർത്തുന്ന ജനങ്ങളാണ് അല്ലേ? അതാണ് പറയുന്നത് രഹൻ സഹൻ ജീവിത രീതി, വേഷ്ഭൂഷ ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലേ? അവരുടെ വസ്ത്രധാരണ രീതി, ഖാൻ പാൻ ആഹാര രീതി അല്ലേ? അതുപോലെ ഭാഷ, അവരുടെ ലാംഗ്വേജ്, നമ്മുടെ ഓരോ സ്റ്റേറ്റ്സിലെയും ആളുകളുടെ ആഹാര രീതി, ജീവിത രീതി, ഭാഷ, അതുപോലെ ധർമ്മ മീൻസ് മതങ്ങൾ, അലഗ് അലഗ് ഹോനെ പർ ബി അലഗ് അലഗ് ഡിഫറെൻറ്റ് ഹോനെ പർ ബി വ്യത്യസ്തമാണ് ആയിട്ട് കൂടി എന്താണ് ഭാരതവാസി മീൻസ് ഭാരതീയർ, ഇന്ത്യൻസ് ഏകതാക്കെ സാത്ത് ഏകത ഐക്യത്തോടു കൂടി രഹത്തെ ഹെ താമസിക്കുന്നു അല്ലേ? അപ്പോൾ ഹമാരെ ദേശ് മേ വിഭിന്ന ധർമ്മ, विभिन्न रहन सहन, वेशभूषा, गान पान आदि हुए लोग हमारे भारतवासी एकता के साथ रहते हैं അല്ലേ? വ്യത്യസ്ത ജീവിത രീതികൾ, ഭാഷ, അതുപോലെ ആഹാര രീതി അല്ലേ? എല്ലാം ആണെങ്കിൽ കൂടി ധർമ്മം അല്ലേ? അവരുടെ ധർമ്മ മീൻസ് മതങ്ങൾ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ, മതങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ എങ്ങനെയാണ്? ഏകതാക്കെ സാത്ത് ഐക്യത്തോടു കൂടി എന്താണ് നമ്മുടെ രാജ്യത്ത് ഐക്യത്തോടെ ജീവിച്ചു പോരുന്നു. സബ് ഹിന്ദുസ്ഥാനി കൈലാത്തെ ഹെ എല്ലാവരെയും എന്താ വിളിക്കുന്നത്? ഹിന്ദുസ്ഥാനി എന്നാണ് വിളിക്കുന്നത്, ഇന്ത്യൻസ് എന്നാണ് വിളിക്കുന്നത്. ഇൻകി പെഹചാൻ ഏക് ഹെ ഇവരുടെ പെഹചാൻ എന്താ? പെഹചാൻ ഐഡൻറ്റിറ്റി
ഏക് ഹെ, ഒന്നാണ്, ഇന്ത്യക്കാരാണ് എന്നുള്ള ഐഡൻറ്റിറ്റിയാണ് അവർക്ക് ഉള്ളത്, എല്ലാവർക്കും ഉള്ളത്. ഇസ്ലിയേ ഹി, ഇതുകൊണ്ട് തന്നെ മഷൂർ, മഷൂർ മീൻസ് ഫേമസ്, ഫേമസ് ആയിട്ടുള്ള ഷായർ, ഷായർ മീൻസ് പോയറ്റാണ്. ഉറുദുവിൽ ഷായർ എന്ന് പറഞ്ഞാൽ പോയറ്റ് എന്നാണ്, കവി എന്നാണ് അർത്ഥം കേട്ടോ. ഇസ്ലിയേ ഹി, ഇതുകൊണ്ട് തന്നെയാണ് മഷൂർ ഷായർ, പ്രശസ്തനായിട്ടുള്ള കവി മുഹമ്മദ് ഇക്ബാലിനെ, മുഹമ്മദ് ഇക്ബാൽ ഫർമായ, ഫർമായ മീൻസ് പറഞ്ഞു, ഇപ്രകാരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്ലിയേ ഹി മഷൂർ ഷായർ അല്ലേ, പ്രശസ്തനായിട്ടുള്ള ഷായർ അല്ലേ, പോയറ്റായിട്ടുള്ള കവിയായിട്ടുള്ള മുഹമ്മദ് ഇക്ബാലിനെ ഫർമായ, മുഹമ്മദ് ഇക്ബാൽ എന്ന കവി പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. എന്താണ്? സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദോസിത്താ ഹമാര, സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദോസിത്താ ഹമാര അല്ലേ, ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ചതെന്ന് നമ്മുടെ പോയറ്റായിട്ടുള്ള മുഹമ്മദ് ഇക്ബാൽ എന്ന കവി പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, प्रस्तुत पाठ भाग में हिंदुस्तान हमारा नामक इस पाठ भाग में हिंदुस्तान के प्रौढ़ी, हिंदुस्तान के प्रौढ़ी के बारे में, यहाँ रहने लोगों के बारे में भी विवरण किया. ओके ओके, इसका एक्सरसाइज सब देखिए. पेज नंबर 36. लेख पढ़ लिया है ना, अब ये वाक्य पढ़े. लेख, हिंदुस्तान हमारा नाम के लेख सभी ने पढ़ लिया है ना, എല്ലാവരും പഠിച്ചില്ലേ? അബ് ഈ വാക്യ പഠേ, ഇനി നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിക്കൂ. താഴെ കൊടുത്തിട്ടുള്ളത് ഘനെ പേടോം സേ സജേ പർവത്, ഘനെ പേടോം സേ, എന്താ ഘനെ പേടോം? ഇടതൂർന്ന, പേടോം സേ മരങ്ങളാൽ, സജേ അലങ്കരിക്കപ്പെട്ട പർവ്വതം. പർവ്വതത്തെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഘനെ പേടോം സേ സജേ പർവത് അല്ലെ, ഇടതൂർന്ന മരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടുള്ള നമ്മുടെ പർവ്വതം. ഇവിടെ നോക്കൂ, ഘനെ പേടോം സേ സജേ ഐസേ പ്രയോഗ് വാക്യ കി ശോഭ ബഡാത്തി ഹെ. ഇവിടെ ഈ സെന്റൻസിൽ ഘനെ പേടോം സേ സജേ പർവത് എന്ന പർവ്വതത്തെ എന്താണ്? ഘനെ പേടോം സേ സജേ പർവ്വതം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു അല്ലേ. അപ്പൊ ഘനെ പേടോം സേ സജേ, ഇടതൂർന്ന മരങ്ങൾ കൊണ്ട് സജേ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട, അലങ്കരിക്കപ്പെട്ടിട്ടുള്ള പർവ്വതം എന്ന ഐസേ പ്രയോഗ്, ഈ പ്രയോഗം വാക്യക്ക് ശോഭ ബഡാത്തി ഹെ, ഈ സെന്റൻസിന്റെ ശോഭ, ബ്യൂട്ടി, സൗന്ദര്യത്തെ ബഡാത്തി ഹെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ലേഖ് സേ ഐസേ വാക്യം കോ ചുൻകർ ലിഖേ, നമ്മുടെ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്ന ആ ലേഖനത്തിൽ നിന്ന്, കുറിപ്പിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഐസേ വാക്യം കോ, ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെ ചുൻകർ ലിഖേ, സെലക്ട് ചെയ്ത് നിങ്ങൾ എഴുതണം. ഓക്കെ, ഗിൽഗിലാത്തി, ഗിൽഗിൽക്കർ ബഹത്തി നദിയാം അല്ലേ, നദികൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഗിൽഗിൽക്കർ ബഹത്തി അല്ലേ, ഗിൽഗിലാക്കർ ബഹത്തി നദിയാം അല്ലേ, ചിരിച്ചു കൊണ്ടൊഴുകുന്ന നദികൾ. ഐസി വാക്യം കോ പ്രസ്തുത് ലേഖ് സേ ചുൻകർ ലിഖിയെ, ഇപ്രകാരത്തിലുള്ള വാക്യങ്ങളെ ഈ ലേഖനത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതണം കേട്ടോ. അടുത്തത് എഴുതി ടീച്ചർക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് താലികാക്കി പൂർത്തി കരയും, താലിക അല്ലെ, മാതൃക അനുസരിച്ചിട്ട് എഴുതണം. താലിക കോളങ്ങളെ പൂർത്തീകരിച്ച് എഴുതണം. ഫസ്റ്റ് തന്നിട്ടുണ്ട് കാലി ഘട്ടാസെ അപ്നെ ബാലോം കോ ഗോൽക്കർ ചൂംതി ബാരിഷ്. കാലി ഘട്ടാസെ, കറുത്ത മേഘങ്ങൾ കൊണ്ട് അപ്നെ ബാലോം കോ ഗോൽക്കർ, തൻ്റെ മുടിയെ ജൂമത്തി ബാരിഷ്, മുടിയിലൂടെ ആടുന്ന എന്ത്? ബാരിഷ്, മഴ. അതായത് ഇരുണ്ട മേഘങ്ങൾ, കാർമേഘങ്ങൾ മഴയെ പൊഴിക്കുന്നു. ഇത് എന്താണ്? എന്താണ്? ഭാരി വർഷ. അപ്പുറത്തെ കുളത്തിൽ തന്നിട്ടുണ്ട് ഭാരി വർഷ. എന്തിനെ സൂചിപ്പിക്കുന്നു? മഴയെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഹര ഗാംഗര പെഹൻകർ നാച്തെ ലഹാത്തെ ഗേത്ത് അല്ലേ, ഹര ഗാംഗ്ര, പച്ചപ്പാവാട ധരിച്ചുകൊണ്ട് എന്താണ്? നൃത്തം ചെയ്യുന്ന ഗേത്ത്. എന്താ ഗേത്ത്? വയലുകൾ. അതെന്താണ്? അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഹരിയാലി ഗേത്ത് അല്ലേ, പച്ച പിടിച്ച വയലുകളെ സൂചിപ്പിക്കുന്നു. ഐസി
वाक्यों को चुनकर लिखिए. ഓക്കെ, ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ എഴുതുക. അതേപോലെ ഒരു ഗൃഹകാര്യമുണ്ട്, അതായത് ഒരു ഹോംവർക്കും കൂടി തരാനുണ്ട്. ये नारे നോക്കൂ, പേജ് നമ്പർ 37. ये नारे गीत पढ़े. नारे മീൻസ് സ്ലോഗൻ, മുദ്രാവാക്യം. ये नारे गीत, ഈ മുദ്രാവാക്യ ഗീതങ്ങൾ വായിക്കൂ. സത്യ അഹിംസ കാ രഖ്വാര, ഭാരത് മേരാ പ്യാരാ പ്യാര. സത്യ അഹിംസ കാ രഖ്വാര, സത്യത്തിൻ്റെയും അഹിംസയുടെയും സംരക്ഷകരാണ്. ഭാരത് മേരാ പ്യാര പ്യാര, എൻ്റെ പ്രിയപ്പെട്ട ഭാരതം സത്യത്തിൻ്റെയും അഹിംസയുടെയും രഖ്വാര, സംരക്ഷകയാണ്. दूसरा है भारत है देश हमारा, फहराएंगे तिरंगा प्यारा. ഇതേപോലെ और भी है भारत की खूबियाँ, और भी है, ഇനിയുമുണ്ട് ഭാരത് की खूबियाँ, ഭാരതത്തിൻ്റെ പ്രത്യേകതകൾ, മേന്മകൾ. आप भी लिखे, നിങ്ങൾ എഴുതൂ. नारा गीत, ഒരു नारा गीत. ഇതുപോലെ ऐसी भारत की खूबियाँ बताने वाले ऐसे नारा गीत लिखिए. പ്രകാരത്തിലുള്ള മുദ്രാവാക്യ ഗീതങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതി നോക്കൂ. മേരാ നാരാ ഗീത് ഹെഡിങ് നമുക്ക് കൊടുക്കാം, മേരാ നാരാ ഗീത്. എന്നിട്ട് ഇതുപോലുള്ള ഒരു 2, 3, 4 നാരാ ഗീതുകൾ നിങ്ങൾ എഴുതിയിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, प्रस्तुत पाठ भाग हमारा हिंदुस्तान हमारा नामक प्रस्तुत पाठ भाग कई बार पढ़ना. कोई संदेह है तो मुझसे पूछो. ओके, आज की कक्षा में हम समाप्त करती हूँ. धन्यवाद, फिर मिलेंगे.